സ്ഥിരമായി ക്ഷീണം അനുഭവപ്പെടാൻ പല കാരണങ്ങൾ കണ്ടുണ്ടാവും. മെയിൻലി നമ്മൾ നോക്കേണ്ടത് തൈറോയ്ഡ്, ഗട്ട് പ്രോബ്ലംസ് ആണ്. തൈറോയ്ഡ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ നമ്മൾക്ക് ക്ഷീണം വരുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡൈജഷൻ മൂലം ശരീരത്തിന് പെയിൻ ഉണ്ടാവാം, ശരീരത്തിൽ കളർ ചേഞ്ച് ഉണ്ടാവാം. ഇതൊക്കെ സംഭവിക്കാം. ഭക്ഷണം കൃത്യമായി ദഹിച്ചിട്ട് അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് പലപ്പോഴും നമ്മുടെ ഗട്ടിലെ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയകളുടെ ഹെൽപ്പോട് കൂടിയാണ്. ഗട്ട് മൈക്രോബയോട്ട എന്ന് തന്നെ പറയാം. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളേക്കാൾ കൂടുതൽ മൈക്രോബയോംസാണ് നമ്മളുടെ ഗട്ടിനുള്ളിലുള്ളത്. ഇവയുടെ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകളാണ് നമ്മളെ എല്ലായ്പ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാനും ഊർജം പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നത്. ചില ഫുഡുകൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ, പ്രത്യേകിച്ച് ഷുഗർ കൂടുതലായിട്ട് അമിതമായുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളും ഇത്തരം ചലഞ്ചസിൽ പെടുന്നുണ്ട്.